നമ്മുടെ ഇതിഹാസങ്ങളായ മഹാഭാരതത്തിലും രാമായണത്തിലും പറയപ്പെടുന്ന കഥകൾ വെറും സങ്കല്പങ്ങൾ മാത്രമാണെന്ന് വാദിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലിയുഗത്തിൽ ശാസ്ത്രലോകം ശരിവയ്ക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വാരകാപുരിയുടെ ചരിത്രം. ലോകമൊട്ടാകെയുള്ള പുരാവസ്തു ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞ ദ്വാരകാ നഗരത്തിന്റെ കഥ കേട്ടാലോ? സ്വാഗതം. ശ്രീകൃഷ്ണന്റെ നഗരമായ ദ്വാരകയെപ്പറ്റി ചർച്ച ചെയ്യപ്പെട്ട ആദ്യത്തെ പുസ്തകം മഹാഭാരതമാണ്. അതായത് ദ്വാപരയുഗത്തിൽ സ്ഥാപിക്കപ്പെട്ട നഗരമാണിതെന്നാണ് വിശ്വാസം. മധുരയുടെ രാജാവും തന്റെ മാതുലനുമായ കംസനെ വധിച്ചതിനു ശേഷം കൃഷ്ണൻ തന്റെ മുത്തച്ഛനായ ഉഗ്രസേനന് മധുര നഗരിയുടെ ചുമതല കൈമാറുകയുണ്ടായി. എന്നാൽ അധികകാലം സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കൃഷ്ണന് സാധിച്ചില്ല. കാരണം തന്റെ മകളുടെ ഭർത്താവായ കംസന്റെ വധത്തിനു പിന്നിലെ ഘാതകരെ വകവരുത്താൻ കച്ചകെട്ടിയിറങ്ങിയ കംസന്റെ ഭാര്യാപിതാവായ ജരാസന്ധനായിരുന്നു. 17 തവണ നിരന്തരമായി ജരാസന്ധൻ മധുര നഗരം ആക്രമിച്ചു. കൃഷ്ണന്റെയും ബലരാമന്റെയും യാദവ സൈന്യം 17 തവണയും ജരാസന്ധന്റെ സൈന്യത്തെ തോൽപ്പിച്ചുവെങ്കിലും സാധാരണ ജനങ്ങളുടെ ജീവിതം ഇതിനോടകം യുദ്ധക്കെടുതികളിൽ ദുസ്സഹമായി തീർന്നിരുന്നു. 18ാമത്തെ തവണ ദ്വാരക ആക്രമിക്കാൻ വരുമ്പോൾ ജരാസന്ധൻ യവന രാജാവായ കലയവനയുടെ സഹായത്തോടുകൂടി മധുര നഗരം ആക്രമിക്കുകയുണ്ടായി. കലയവന തന്നെ ഒരിക്കലും യുദ്ധഭൂമിയിൽ വധിക്കാൻ പറ്റില്ല എന്ന വരം നേടിയിട്ടുള്ള ആളായിരുന്നു. തന്ത്രത്തിൽ കലയവനെ വകവരുത്തി ശ്രീകൃഷ്ണൻ യാദവ സൈന്യം ജരാസന്ധന്റെ സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. തുടർച്ചയായി ഈ ആക്രമണങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട തന്റെ പ്രജകൾക്ക് പുതിയൊരു സാമ്രാജ്യം പണിയാൻ കൃഷ്ണൻ തീരുമാനിച്ചു. അതിനായി ബാഹ്യശക്തികളുടെ ഇടപെടൽ വളരെ കുറഞ്ഞ ഒരിടം വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനായി പറ്റിയ ഒരിടം പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്നാണെന്ന് തോന്നിയ കൃഷ്ണൻ സമുദ്രദേവനായ വരുണനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ സംപ്രീതനായ വരുണൻ കടലിനോട് ചേർന്ന് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രീകൃഷ്ണന് അനുവാദം നൽകി. മഹാനായ വാസ്തുശില്പിയായ വിശ്വകർമാവ് കൃഷ്ണന് വേണ്ടി ഈ നഗരം പടുത്തുയർത്തി. പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കുശസ്ഥലി എന്ന സ്ഥലത്തിനടുത്താണ് മുങ്ങിയ ദ്വാരക നഗരം കൃഷ്ണൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ നഗര ആസൂത്രണത്തെക്കാൾ മികച്ചൊരു ആസൂത്രിത നഗരമായിരുന്നു ദ്വാരക. ദ്വാരകയിലെ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും കുളങ്ങളുമെല്ലാം വാസ്തുശില്പാചാരുതയുടെ മകുടോദാഹരണങ്ങളായിരുന്നു. ശക്തമായ കോട്ടയോടുകൂടിയ ഈ നഗരത്തെ ആക്രമിക്കുക എന്നത് അതീവ ശ്രമകരം തന്നെയായിരുന്നു. പണി പൂർത്തിയായ ഉടൻ കൃഷ്ണനും ബലരാമനും തങ്ങളുടെ മാന്ത്രിക ശക്തിയിൽ യാദവകുലത്തെ മുഴുവനും ദ്വാരകയിൽ എത്തിച്ചു. ശ്രീകൃഷ്ണൻ താനുമായുള്ള അവസാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നും ആയതിനാൽ യാദവരെല്ലാം മധുരയിൽ നിന്നും പലായനം ചെയ്തു പോയെന്നുമായിരുന്നു ധൃതരാഷ്ട്രയുടെ സഭയിൽ വച്ച് കൃഷ്ണനെ കണ്ടുമുട്ടും വരെ ജരാസന്ധൻ കരുതി പോന്നത്. എന്നാൽ എത്ര വലിയ സാമ്രാജ്യ ശക്തിക്കും ഒരവസാനം ഉണ്ടായേ തീരുവെന്ന പ്രകൃതി നിയമം ദ്വാരകയ്ക്കും ബാധകമായി തീർന്നു. അതെങ്ങനെയെന്നല്ലേ? കുരുക്ഷേത്ര യുദ്ധാവസാനം കൗരവരാജ്ഞിയായ ഗാന്ധാരി യുദ്ധഭൂമി സന്ദർശിക്കുകയുണ്ടായി. തന്റെ 100 പുത്രന്മാരുടെയും മറ്റു പ്രിയപ്പെട്ടവരുടെയും ചേതനയേറ്റ ശരീരങ്ങൾ കണ്ട അവർ വികാരാധീനയായി. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന അവരുടെ സമീപത്തെത്തിയ കൃഷ്ണനോടായി അവർ പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് യുദ്ധമങ്ങ് ഒഴിവാക്കിയില്ല? മറുപടിയൊന്നും പറയാതെ നിന്ന കൃഷ്ണനെ ഒരു മാതാവെന്ന നിലയിൽ ഗാന്ധാരി ശപിച്ചു. കൃഷ്ണ, നിന്റെ തലമുറയും ഇന്നേക്ക് 36 വർഷത്തിനു ശേഷം തമ്മിൽ തല്ലി നാമാവശേഷമാകും. അത് സഹിക്കാൻ കഴിയാതെ നിനക്കും ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് മരണം വരിക്കേണ്ടതായി വരും. ഗാന്ധാരിയുടെ ശാപവാക്കുകൾ കേട്ട കൃഷ്ണന്റെ മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. താനും ഒരിക്കൽ ഇഹലോകവാസം വെടിയേണ്ടി വരുമെന്ന് കൃഷ്ണന് നേരത്തെ അറിയാമായിരുന്നു. ഇനി ദ്വാരകയുടെ അന്ത്യത്തിലേക്ക് നയിച്ച മറ്റൊരു ശാപകത എങ്ങനെയാണെന്ന് നോക്കാം. കൃഷ്ണപുത്രനായ സാംബയുമായി ബന്ധപ്പെട്ടാണ് ആ കഥയുള്ളത്. കൃഷ്ണന്റെയും ജാമ്പവതിയുടെയും പുത്രനായിരുന്നു സാംബ. സന്താനങ്ങളില്ലാതിരുന്ന കൃഷ്ണനും ജാമ്പവതിക്കും ശിവന്റെ അനുഗ്രഹത്തോടെ ജനിച്ച പുത്രനായിരുന്നു സാംബൻ. ശിവന്റെ അനുഗ്രഹത്തിൽ ജനിച്ചവനായതിനാലാണ് അവനെ സാംബൻ എന്നറിയപ്പെട്ടത്. ശക്തിയിലും ബുദ്ധിയിലും എന്തിന് സൗന്ദര്യത്തിൽ പോലും ആരെയും വെല്ലാൻ പോകുന്നവനായിരുന്നു സാംബൻ. അങ്ങനെയുള്ള സാംബൻ തന്നെ യാദവകുലത്തിന്റെ അന്തകനായി മാറിയ കഥയാണിത്. ഒരു വേള കേളികളിൽ മുഴുകിയിരുന്ന യാദവകുമാരന്മാർ ധ്യാനനിമഗ്നായിരിക്കുന്ന ദുർവാസാവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തെ പരിഹസിക്കുവാനായി ഗർഭിണിയായ സ്ത്രീവേഷം കെട്ടിയ സാംബൻ ദുർവാസാവിനെ സമീപിച്ചു. കുമാരന്മാർ ഭക്തിയോടെന്ന വ്യാജേനെ ദുർവാസാവിനെ താണുവണങ്ങി. എന്നിട്ട് ഇവളുടെ കുട്ടി ആണോ പെണ്ണോ എന്ന് സമ്പനെ ചൂണ്ടി ദുർവാസാവിനോട് ആരാഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം ഗ്രഹിച്ച മുനി കുപിതനായി. ആണുമല്ല പെണ്ണുമല്ല, പകരം ഒരു ഇരുമ്പുലക്കിയായിരിക്കും പ്രസവിക്കുക എന്നും അത് മുഴുവൻ യാദവകുലത്തെയും നശിപ്പിക്കുമെന്നും ദുർവാസാവ് ശപിച്ചു. അദ്ദേഹം നടന്നു നീങ്ങി. ഉടൻ തന്നെ സമ്പൻ ഇരുമ്പുലക്ക് പ്രസവിക്കുകയും ചെയ്തു.
ശാപവിവരം അറിഞ്ഞ കൃഷ്ണന്റെ മുത്തച്ഛൻ ഉഗ്രസേനൻ പ്രശ്നപരിഹാരത്തിനായി ഓടിയെത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം യാദവകുമാരന്മാർ ഇരുമ്പുലക്കിയെ കഷ്ണങ്ങളാക്കി പൊടിച്ച് സമുദ്രത്തിൽ കലർത്തി. ഇനി പേടിക്കാനൊന്നുമില്ല എന്ന അഹങ്കാരത്തിൽ പിന്നെയും അവർ തിന്നും സോമരസം പാനം ചെയ്തും ചെയ്തികൾ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ അവർ അറിയുന്നുണ്ടായിരുന്നില്ല അവരെ വിഴുങ്ങാനിരുന്ന ശാപത്തിന്റെ ശക്തി. അവർ പൊടിച്ചു സമുദ്രത്തിൽ കലർത്തിയ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കുറച്ച് ഒരു മത്സ്യത്തിന്റെ ഉള്ളിലെത്തി. മറ്റുള്ളവ തിരികെ തീരത്തടിഞ്ഞു. തീരത്തടിഞ്ഞവ മൂർച്ചയുള്ള പുല്ലുകളായി വളർന്നു വന്നു. മതോന്മത്തരായ യാദവകുമാരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. പറഞ്ഞു പറഞ്ഞ് അതൊടുവിൽ അവർ തമ്മിൽ യുദ്ധത്തിൽ കലാശിച്ചു. സമുദ്രതീരത്ത് വെച്ച് നടന്ന അടിപിടിയിൽ ആയുധങ്ങളായി അവർ ഉപയോഗിച്ചത് ഈ മൂർച്ചയേറിയ പുല്ലുകളായിരുന്നു. അങ്ങനെ വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ ഇരുമ്പ് പുല്ലുകൾ കൊണ്ട് തന്നെ പരസ്പരം വെട്ടിയും കുത്തിയും അവർ ജീവൻ വെടിഞ്ഞു. യാദവകുലത്തിന്റെ നാശം ആഗതമായതറിഞ്ഞ് ബലരാമൻ ഇഹലോകവാസം വെടിഞ്ഞു. ശ്രീകൃഷ്ണൻ വനത്തിലേക്ക് യാത്രയായി. അവിടെ വച്ച് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന കൃഷ്ണന്റെ പാദങ്ങൾ ദർശിച്ച ഒരു വേടൻ അതൊരു മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്യുന്നു. ഈ അമ്പുണ്ടായതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഇരുമ്പുലക്കയുടെ കുറച്ചു ഭാഗങ്ങൾ ഒരു മത്സ്യം വിഴുങ്ങിയെന്ന് പറഞ്ഞല്ലോ. ആ മത്സ്യം ഒരു മീൻപിടുത്തക്കാരന്റെ വലയിൽ കുടുങ്ങി. മത്സ്യം വേടന്റെ കൈകളിൽ എത്തുകയും പാകം ചെയ്യാനായി മുറിച്ചപ്പോൾ ഇരുമ്പു കഷ്ണം കിട്ടിയ വേടൻ തന്റെ അമ്പിന്റെ മുനയായി അത് മാറ്റുകയും ചെയ്തു. അങ്ങനെ സമ്പന്റെ വയറ്റിലുണ്ടായ ഇരുമ്പുലക തന്നെ യാദവ വംശത്തിന്റെ അടിത്തറ തോണ്ടി. കൃഷ്ണന്റെ മരണവിവരം അറിഞ്ഞ് ഓടിയെത്തിയ അർജുനൻ ദ്രുതഗതിയിൽ കർമ്മങ്ങൾ തീർത്ത് അവശേഷിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് ദ്വാരകയിൽ നിന്നും ഹസ്തനപുരിയിലേക്ക് മടങ്ങി. മനുഷ്യവാസമില്ലാതായ ആ നിമിഷം തന്നെ ദ്വാരകാപുരി സമുദ്രത്തിലേക്ക് ആണ്ടുപോയി എന്നാണ് വിശ്വാസം. മഹാഭാരതത്തിൽ അർജുനന്റെ വാക്കുകളിലെ ദ്വാരകയുടെ അന്ത്യം ഇങ്ങനെയാണ്: സമുദ്രം നഗരത്തിലേക്ക് ഇരച്ചു കയറി, തെരുവുകളും മനോഹരങ്ങളായ കെട്ടിടങ്ങളും സമുദ്രത്തിൽ മുങ്ങിത്താണു. ദ്വാരക ഒരു നാമം മാത്രമായി ശേഷിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കർമ്മഭൂമിയായ ദ്വാരക നഗരി കണ്ടെത്തുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. എന്നാൽ ഈ കഥകളൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്നുറപ്പിക്കണമെങ്കിൽ കടലിനടിയിൽ അങ്ങനെയൊരു നഗരത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തുക മാത്രമായിരുന്നു പോംവഴി. ഇത്രയേറെ ശ്രദ്ധയേറിയ വിഷയമായിരുന്നിട്ട് കൂടി പുരാവസ്തു വകുപ്പ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് 1980കളുടെ തുടക്കത്തിലായിരുന്നു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമുദ്ര അന്തർഭാഗത്ത് ഈ നഗരത്തിന്റെ ശേഷിപ്പുകൾ തെളിഞ്ഞു വന്നു. ആരെയും അമ്പരപ്പിക്കുന്ന വാസ്തുകലാചാരുതയും ആസൂത്രണ മികവും കണ്ട് ഗവേഷകർ അതിശയപ്പെട്ടു. കൃഷ്ണന്റെ ദ്വാരകാപുരിയാണോ ഇതെന്ന് ഉറപ്പിക്കാൻ അവർ അവിടെ നിന്നും കുറച്ചു കല്ലുകൾ ശേഖരിച്ച് ഉപരിതലത്തിലേക്ക് മടങ്ങി. 1983, 1990 വരെയുള്ള കാലഘട്ടത്തിൽ അതിവേഗതയിൽ ഡോക്ടർ SR റാവുവിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ഗവേഷണങ്ങൾ ഭാരിച്ച പണച്ചെലവ് നിമിത്തം നിർത്തിവെക്കേണ്ടതായി വന്നു. എന്നാൽ ഈ ഗവേഷണത്തിൽ നിന്ന് ലഭിച്ച കല്ലുകൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കി അവർ വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായി. പാറകളുടെ പ്രായം നിർണ്ണയിക്കാൻ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കാൻ സാധിക്കില്ല എങ്കിലും ഏകദേശം 50,000 വർഷത്തിൽ താഴെയുള്ള ജൈവ വസ്തുക്കളുടെ പ്രായം കണക്കാക്കാൻ കാർബൺ ഡേറ്റിംഗ് വഴി സാധിക്കും. ആയതിനാൽ പാറയിൽ നിന്നും ലഭിച്ച മരങ്ങളുടെയോ സസ്യങ്ങളുടെയോ മൃഗങ്ങളുടെയോ അവശിഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയാൽ ആ കാലഘട്ടത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ നരഹർ ആചാര്യ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള ഗ്രഹങ്ങളുടെയും വാൽനക്ഷത്രങ്ങളുടെയും ഒക്കെ കണക്കുകൾ കൂട്ടിനോക്കി കുരുക്ഷേത്ര യുദ്ധം നടന്ന കാലഘട്ടം BC 3126 എന്ന് പ്രസ്താവിച്ചു. കല്ലുകളിലെ ജൈവാംശങ്ങൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ ഏകദേശം ആ കാലഘട്ടത്തിലേതാണെന്നും ഗവേഷകർ വാദിച്ചു. അപ്പോൾ ഈ കണ്ടുപിടിക്കപ്പെട്ട നഗരം തന്നെയാണ് കൃഷ്ണന്റെ കർമ്മഭൂമിയായ ദ്വാരകാപുരി എന്ന് കരുതപ്പെടുകയുണ്ടായി. പക്ഷേ പാറകൾക്കും കല്ലുകൾക്കും 50,000 വർഷത്തിലേറെ പഴക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 50,000 വർഷത്തിലേറെ പഴക്കമുള്ളവ കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ശാസ്ത്രീയ അടിത്തറ പാകാനായി ഗവേഷകർ നഗരത്തിന്റെ വിസ്തീർണം അളക്കാൻ തീരുമാനിച്ചു. പുരാണ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന ദ്വാരകാപുരിയുടെ അളവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നറിയാനായിരുന്നു അത്. പുരാണങ്ങളിൽ പറയപ്പെടുന്ന അളവുമായി സാമ്യമുള്ളതായിരുന്നു റിസൾട്ടുകൾ. എന്നാൽ ഫണ്ടുകളുടെ അപര്യാപ്തത കാരണം ഗവേഷണങ്ങൾ നിന്നു പോവുകയുണ്ടായി. 2001 മെയ് 19 അന്നത്തെ ശാസ്ത്ര സാങ്കേതിക മന്ത്രിയായ മുരളി മനോഹർ ജോഷി ഗവേഷണങ്ങൾ പുനരാരംഭിക്കാൻ ഉത്തരവിട്ടു. അവിടെ നിന്നും വീണ്ടും കല്ലുകൾ ശേഖരിക്കുകയും ലണ്ടനിലെ ഓക്സ്ഫോർഡ്, ജർമ്മനിയിലെ ഹാനോവർ തുടങ്ങിയ വിദേശ ലബോറട്ടറികളിൽ ഉൾപ്പെടെ കാലപ്പഴക്കം പുനഃപരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് കേന്ദ്ര, സ്റ്റേറ്റ് സർക്കാരുകൾ ചേർന്ന് പൈതൃക സ്വത്ത് സംരക്ഷിക്കാൻ തീരുമാനിക്കുകയും ഗുജറാത്ത് വിനോദസഞ്ചാര വകുപ്പ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ മ്യൂസിയത്തിന്റെ പണിപ്പുരയിലാണ് ഗുജറാത്ത് സർക്കാർ. ഇപ്പോഴും ഇവിടെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ശാസ്ത്രലോകത്തിന് മനസ്സിലാവാത്ത ഒരു സത്യം എന്തെന്നാൽ പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം ദ്വാരകാ നഗരി
ഒരു നിമിഷം കൊണ്ടാണ് കടലിനടിയിൽ മുങ്ങിയത്. എന്നാൽ സാധാരണയായി കുറേശ്ശെയാണ് സമുദ്രതീരത്തെ സമുദ്രം വിഴുങ്ങുന്നത്. സപ്തപുണ്യ സ്ഥലങ്ങളിലൊന്നായ ദ്വാരകയിലെ ഇന്ന് കാണുന്ന ക്ഷേത്രം പണിതത് 16-ാം നൂറ്റാണ്ടിലാണ്. നിലവിലുള്ള ക്ഷേത്രത്തിൽ ദിവസവും 5 തവണ കേസരി വർണ്ണ പതാക ഉയർത്തുന്നു. 2 കവാടങ്ങളുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം സ്വർഗദ്വാരമെന്നും പുറത്തിറങ്ങുന്ന കവാടം മോക്ഷദ്വാരമെന്നും പറയുന്നു. ഗോമതി നദി കടലിൽ ചേരുന്നത് ദ്വാരകയ്ക്ക് അടുത്ത് വെച്ചാണ്. ശങ്കരാചാര്യരുടെ 4 മഠങ്ങളിലൊന്നായ ദ്വാരകാ പീഠവും ഇവിടെയുണ്ട്. മഹാഭാരതത്തെ കൂടാതെ വിഷ്ണുപുരാണം, ഭാഗവത പുരാണം, സ്കന്ദപുരാണം എന്നിവയിൽ ദ്വാരകയെപ്പറ്റി പരാമർശമുണ്ട്. ദ്വാരകാപുരിയുടെ ഗവേഷണങ്ങളിൽ പ്രധാനപ്പെട്ടവ നടക്കുന്നത് 2025-27 കാലഘട്ടങ്ങളിലാണ്. ദ്വാരകാപുരി ഈയിടെ വീണ്ടും ശ്രദ്ധയാകർഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വാരകാധീശ ക്ഷേത്രം 2024 ഫെബ്രുവരിയിൽ സന്ദർശനം നടത്തിയപ്പോഴാണ്. അദ്ദേഹം സമുദ്ര അന്തർഭാഗത്ത് പോയി മുങ്ങിയ ദ്വാരകാ നഗരത്തെ കണ്ടുവെന്ന വാർത്ത വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ലോകത്തിനു മുൻപിൽ ഭാരത സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായി വയ്ക്കാവുന്ന ശാസ്ത്രീയമായ തെളിവുകൾ ശക്തമായ ഒന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വാരകാപുരി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം.